പ്രിയപ്പെട്ടവരെ, സുഖമല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനിച്ച ഒരാൾ ഇതാദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പൊതുരാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗിച്ച് വോട്ടെടുപ്പിൽ വിജയം നേടാനും റിസൾട്ട് അറിഞ്ഞ ശേഷമുള്ള കലുഷിതമായ ഉൾപാർട്ടി സാഹചര്യത്തെ അസാധാരണമായ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് തനിക്കനുകൂലമാക്കാനും കഴിഞ്ഞ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ കേരളം വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ പതിറ്റാണ്ടുകളുടെ ഭരണപരിചയമുള്ള മന്ത്രിമാരും, കെ. മുരളീധരനെ പോലെ കാര്യപ്രാപ്തിയുള്ള മന്ത്രിമാരും, സി.പി. ജോണിനെ പോലെ ലാളിത്യമുള്ളവരും, പി.സി. വിഷ്ണുനാഥിനെ പോലെ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സുള്ളവരും, റോജി എം. ജോണിനെ പോലെ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള മന്ത്രിയും ഒക്കെയായി നല്ല കോമ്പിനേഷനുള്ള ക്യാബിനറ്റാണ് വി.ഡി. സതീശനൊപ്പമുള്ളത്. ജനവിധി നൽകിയ വലിയ ഉത്തരവാദിത്വവുമായി പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു കയറുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് പക്ഷേ പൂമത്തെയല്ല, മറിച്ച് കനൽപ്പാതയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ ട്രഷറി നിയന്ത്രണം, കേന്ദ്രവിഹിതത്തിലെ കുറവ്, സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന സാമ്പത്തിക പരിമിതിയുടെ ഇടയിലാണ് പുതിയ സർക്കാർ ഭരണം തുടങ്ങുന്നത്. ഇതിനിടയിൽ കേരളത്തിൻ്റെ മേൽ പതിഞ്ഞുപോയ ഒരു കറുത്ത മുദ്രയുണ്ട്. ലോട്ടറി വിറ്റും മദ്യം വിറ്റും ജീവിച്ചു പോകുന്ന ഒരു ഉപഭോഗ സംസ്ഥാനമായ കേരളമെന്ന അപഖ്യാതി. മദ്യവും ലോട്ടറിയുമില്ലെങ്കിൽ അടുത്ത മാസം പൂട്ടുന്ന ഒരു പാവപ്പെട്ട സർക്കാർ എന്ന ദുഷ്കീർത്തി. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ മദ്യവും ലോട്ടറിയുമല്ലാതെ വളരാൻ മറ്റ് മാർഗമില്ലാത്ത സംസ്ഥാനമാണോ കേരളം? അതോ നമ്മുടെ മുൻ സർക്കാരുകൾക്ക് കൺമുന്നിലുള്ള മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ കാഴ്ചയില്ലാതെ പോയതാണോ? കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ വലിയൊരു പങ്കും മദ്യവും ലോട്ടറിയുമാണെന്ന വാദത്തിനു പിന്നിലെ ആധികാരിക ഡാറ്റ എന്താണ്? കേരളത്തിൻ്റെ 2024-25 ബജറ്റ് കണക്കുകളും 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങളും പരിശോധിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനം ഏകദേശം 1,38,655 കോടിയാണെന്ന് കാണാം. ഇതിൽ മദ്യവിൽപ്പനയിൽ നിന്ന് മാത്രം 19,088 കോടിയും ലോട്ടറി വിൽപ്പനയിലൂടെ 12,529 കോടിയും കിട്ടുന്നു. മദ്യം, ലോട്ടറി എന്നിവയിൽ നിന്നുള്ള സംയുക്ത വരുമാനം ഏകദേശം 31,618 കോടിയാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 25% വരും. ഒരു സംസ്ഥാനത്തിൻ്റെ കാൽഭാഗത്തോളം വരുമാനവും മദ്യത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നുമാകുമ്പോൾ ജനങ്ങൾ പറയുന്ന പരിഹാസത്തിൽ കാര്യമുണ്ടെന്ന് തോന്നും. പക്ഷേ ഇവിടെയാണ് പലരും കാണാതെ പോകുന്ന യഥാർത്ഥ ചിത്രം ഒളിഞ്ഞിരിക്കുന്നത്. ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന 12,529 കോടി എന്നത് ഗ്രോസ് റവന്യൂ അഥവാ ആകെ വിറ്റുവരവാണ്. ഇതിൽ 75% സമ്മാനത്തുക, ഏജന്റ് കമ്മീഷൻ, അച്ചടി ചെലവ് എന്നിവയ്ക്കായി തിരികെ പോകുന്നുണ്ട്. സർക്കാരിലേക്ക് എത്തുന്ന യഥാർത്ഥ അറ്റാദായം വളരെ ചെറുതാണ്. ഏകദേശം 1,500 മുതൽ 2,000 കോടി രൂപ മാത്രമാണ് ലാഭം. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലോട്ടറി വിറ്റ് വലിയ ലാഭമൊന്നും കേരളത്തിനില്ല എന്നർത്ഥം. ലോട്ടറി കൊണ്ടാണ് കേരളം ജീവിക്കുന്നത് എന്ന പൊതുബോധം തെറ്റാണ്. കേരളത്തിൻ്റെ ഐഡന്റിറ്റി വാസ്തവത്തിൽ വലിയ വൈരുദ്ധ്യമുള്ള ഒന്നാണ്. പണക്കാരായ ജനങ്ങളും പാവപ്പെട്ട സർക്കാരും, റിച്ച് പീപ്പിൾ ആൻഡ് പുവർ ഗവൺമെൻറ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 60%-ലധികം കൂടുതലാണെന്ന് അറിയാമല്ലോ. എന്നാൽ സംസ്ഥാനത്തിൻ്റെ സ്വന്തം നികുതി GDP അനുപാതം, അതായത് ടാക്സ് ടു GSDP റേഷ്യോ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ പകുതിയായി കുറഞ്ഞു. നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ആ പണത്തെ പ്രൊഡക്റ്റീവായ നികുതി സ്രോതസ്സുകളാക്കി മാറ്റാൻ നമ്മുടെ സർക്കാരുകൾക്ക് നയങ്ങളില്ല അഥവാ സാധിക്കുന്നില്ല. എവിടെയാണ് പണം ഒലിച്ചു പോകുന്നത്? നമുക്ക് കേരളത്തിൻ്റെ വരുമാനത്തെ സെക്ടർ വൈസായി ഒന്ന് വിഭജിക്കാം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 65% സർവീസ് സെക്ടറാണ്. ഇൻഡസ്ട്രി 23%, അഗ്രികൾച്ചർ വെറും 12%. എന്നാൽ ഈ സർവീസ് സെക്ടറിൽ നിന്നുള്ള വലിയ വരുമാന സാധ്യതകളെ നമ്മൾ ശരിയായി ടാപ്പ് ചെയ്യുന്നുണ്ടോ? വരവ് കുറയുന്നത് ഒരു പ്രശ്നമാണ്. അതേസമയം വരുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നത് അതിലും വലിയ പ്രശ്നമാണ്. ഇവിടെയാണ് കേരളത്തിൻ്റെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വില്ലനാകുന്നത്. ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന സ്വന്തം റവന്യൂ വരുമാനത്തിൻ്റെ 71% ചെലവാകുന്നത് 3 കാര്യങ്ങൾക്കാണ്. ശമ്പളം 29%, പെൻഷൻ 21%, കടമെടുത്തതിൻ്റെ പലിശ 21%.
ആകെ ലഭിക്കുന്ന പണത്തിൻ്റെ 70% ഈ വകയിൽ തീരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കും റോഡുകൾ, പാലങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പുതിയ വ്യവസായങ്ങൾ എന്നിവയ്ക്കുമായി മാറ്റിവെക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ മിനിമം തുക മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി തുകയ്ക്കായി വീണ്ടും കടമെടുക്കുന്നു. അത് പലിശ കൂട്ടുന്നു, കടക്കെണി മുറുകുന്നു. ഈ ദുരന്ത വലയം മുറിക്കാതെ ധനകാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് കേരളത്തെ രക്ഷിക്കാനാകുമോ? ഇതൊന്നും പുതിയ പ്രശ്നങ്ങളല്ല, ആർക്കും അറിയാത്തതുമല്ല. എന്നാൽ പ്രശ്നങ്ങൾ പറയുക മാത്രമല്ല, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന കൂടിയാണ് സർക്കാരിൻ്റെ ദൗത്യമെങ്കിൽ പുതിയ സർക്കാരിലെ മന്ത്രിമാർ ഫയലുകളിൽ ഒപ്പിടാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ 6 പ്രായോഗിക സൊല്യൂഷനുകൾ കാണാതെ പോകരുത്. 1. നോളജ് എക്കോണമിയിൽ അധിഷ്ഠിതമായ ഗ്ലോബൽ റിമോട്ട് വർക്കിംഗ് ടാക്സ് ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നതാണ്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും വിദേശത്തേക്കും പോകുന്നു. എന്നാൽ ഇന്ന് വർക്ക് ഫ്രം എനിവെയർ കാലഘട്ടമാണ്. കേരളത്തിലിരുന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന 10,000-കണക്കിന് IT പ്രൊഫഷണലുകളുണ്ട്. കേരള സർക്കാർ ചെയ്യേണ്ടത് ഇവർക്കായി എല്ലാ ജില്ലകളിലും ഹൈസ്പീഡ് ഇൻ്റർനെറ്റുള്ള മൾട്ടിപ്പിൾ കോവർക്കിംഗ് ഹബ്ബുകൾ സ്ഥാപിക്കുകയാണ്. ഇവർക്ക് പ്രത്യേക ലീഗൽ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി വിദേശ വരുമാനം കേരളത്തിലേക്ക് ആകർഷിക്കുകയും അതിലൂടെ തദ്ദേശീയമായ സർവീസ് ടാക്സ്, GST വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മനുഷ്യവിഭവശേഷിയെ നേരിട്ട് നികുതിയാക്കി മാറ്റാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കമേഴ്ഷ്യൽ റീസ്ട്രക്ചറിംഗ് ആണ് രണ്ടാമത്തേത്. കേരളത്തിൽ 130ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ്. വാട്ടർ അതോറിറ്റി പോലുള്ളവ സർക്കാരിൻ്റെ സബ്സിഡി കൊണ്ട് മാത്രം ജീവിക്കുന്നവയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ പ്രൈം ലാൻഡുണ്ട്. ഇവ വെറുതെ ഇടാതെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ കൊമേഴ്ഷ്യൽ ഹബ്ബുകളായും ലോജിസ്റ്റിക് പാർക്കുകളായും മാറ്റണമെന്ന ആവശ്യം മുമ്പേ തന്നെയുള്ളതാണ്. പക്ഷെ നടന്നിട്ടില്ല. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട ഡിവിഡൻഡും പ്രോഫിറ്റും വർദ്ധിപ്പിക്കാൻ പ്രൊഫഷണൽ CEOമാരെ കൊണ്ടുവരാൻ തയ്യാറാവുകയും വേണം. മൂന്നാമത് ഏറ്റവും പ്രധാനമാണ് പ്രീമിയം ലിവബിൾ ടൂറിസവും സിൽവർ എക്കോണമിയും വലിയ തോതിൽ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. നമ്മളിപ്പോഴും ഹോം സ്റ്റേകളും ഹൗസ് ബോട്ടുകളും പോലെയുള്ള പഴയ ടൂറിസം പാക്കേജിലാണ് ജീവിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ മികച്ച കാലാവസ്ഥയും ആരോഗ്യ സംവിധാനങ്ങളുമാണ്. ലോകമെമ്പാടുമുള്ള സമ്പന്നരായ മുതിർന്ന പൗരന്മാർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ റിട്ടയർമെൻറ്റ് വില്ലേജസ് അഥവാ സിൽവർ എക്കോണമി ഹബ്ബുകൾ നിർമ്മിക്കണം. നാലാമത്തേത് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ആൻഡ് IPR മോണിറ്റൈസേഷൻ കൊണ്ടുവരിക എന്നതാണ്. കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യത്ത് മുൻപന്തിയിലാണ്. എന്നാൽ ഈ സ്റ്റാർട്ടപ്പുകൾ വളർന്ന് IPOയിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ ഫണ്ടിംഗ് നേടുമ്പോഴോ അതിൻ്റെ സാമ്പത്തിക ലാഭം ബാംഗ്ലൂരുവിലേക്കോ ഡൽഹിയിലേക്കോ ആണ് പോകുന്നത്. കാരണം അവരുടെ ഹെഡ് ഓഫീസുകൾ അവിടെയാണ്. അതിന് പരിഹാരമായി റിവേഴ്സ് ഫ്ലിപ്പിംഗ് പ്രോത്സാഹിപ്പിക്കണം. വിജയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അവരുടെ കോർപ്പറേറ്റ് ആസ്ഥാനം കേരളത്തിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നികുതി ഇളവുകൾ നൽകിയും അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തും റോയൽറ്റി വരുമാനം സംസ്ഥാനത്തിന് ഉറപ്പാക്കാം. മറ്റൊന്ന്, കേരളത്തിലെ MSME സംരംഭങ്ങളിലും ടെക്നോളജി ബിസിനസ്സുകളിലും സ്കെയിലപ്പ് ചെയ്ത സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപിക്കാൻ വിദേശ മലയാളികളെ പ്രോത്സാഹിപ്പിക്കണം. ആഹ്വാനം പോരാ, പ്രേരിപ്പിക്കണം. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കല്ലോ സ്വർണമോ പെട്രോളോ അല്ല, മലയാളിയാണ്, മനുഷ്യവിഭവശേഷിയാണ്. കേരളത്തിൻ്റെ എണ്ണപ്പാടമാണത്. അതുകൊണ്ടല്ലേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാകുന്നത്. കേരളം ഇതിനെ ഒരു ഗ്ലോബൽ മലയാളി എക്കണോമിക് നെറ്റ്വർക്കാക്കി മാറ്റണം. മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ ആണ്. കേരളത്തിൻ്റെ സ്വന്തം നികുതിയേതര വരുമാനം നമ്മുടെ GDPയുടെ വെറും 1.5% മാത്രമാണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. നമ്മുടെ പല സർക്കാർ സേവനങ്ങളുടെയും ഫീസുകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. CDS റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് പോലെ സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ ഫീസുകൾ, യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസുകൾ, കോർപ്പറേഷൻ സേവനങ്ങൾ എന്നിവ ഇൻഫ്ലേഷൻ ഇൻഡെക്സിംഗ് ചെയ്യണം. അതായത് വിലക്കയറ്റത്തിന് ആനുപാതികമായി ചെറിയ തോതിൽ യൂസർ ചാർജുകൾ പരിഷ്കരിക്കണം. ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് പക്ഷപാതം നോക്കാതെ ഈടാക്കിയാൽ മാത്രം എത്ര കോടി ഖജനാവിലെത്തുമെന്ന വിചാരം? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ലോട്ടറിയും മദ്യവും കേരളത്തിൻ്റെ ഗതികേടല്ല, മറിച്ച് നമ്മുടെ ധനാസൂത്രണത്തിൻ്റെ അലസതയാണ്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഈ 2 വഴികൾ മാത്രം നോക്കിയിരുന്ന മുൻകാല നയങ്ങൾ ഇനി മാറ്റണം. കേരളത്തിൽ വിഭവങ്ങളുണ്ട്, ലോകം ആദരിക്കുന്ന മനുഷ്യവിഭവശേഷിയുണ്ട്.
ഉയർന്ന പ്രതിശീർഷ വരുമാനങ്ങളുള്ള ജനങ്ങളുണ്ട്. കുറവ് ഒരൊറ്റ കാര്യമാണ്: അവയെ ഉൽപ്പാദനക്ഷമമായ വരുമാന സ്രോതസ്സുകളാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി. താങ്കൾക്ക് അതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വർത്തമാന കേരളത്തിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ ശേഷിയുള്ള അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നാൽ വൻകിട മുതലാളിമാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കൽ മാത്രമല്ല, കൺമുന്നിലുള്ള നൂതന സ്രോതസ്സുകളെ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് മാറ്റിയെടുക്കലാണ്. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ മുഖ്യമന്ത്രിയായി ആദ്യ ക്യാബിനറ്റ് കഴിഞ്ഞുള്ള തീരുമാനങ്ങൾ ശ്രദ്ധിച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. നല്ല തീരുമാനമാണ്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. നല്ല തീരുമാനമാണ്. വനിതകൾക്കെല്ലാം സൗജന്യ KSRTC യാത്ര. വലിയ പ്രതീക്ഷയുമായി അധികാരത്തിലെത്തുമ്പോൾ ജനപക്ഷമുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചേ പറ്റൂ, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച്. പക്ഷെ ശ്രദ്ധിച്ചോ, ആദ്യ ക്യാബിനറ്റിലെ തീരുമാനങ്ങളെല്ലാം ചിലവ് ചെയ്യുന്നവ മാത്രമായി. ഒരു പ്രഖ്യാപനമെങ്കിലും വരവ് കൂട്ടുന്ന, സംസ്ഥാനത്തിൻ്റെ റവന്യൂവിൽ പ്രതിഫലിക്കുന്ന ഒരു തീരുമാനമെങ്കിലും ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം CM VD സതീശനല്ലേ. കേരളം ഇന്നൊരു ടേണിംഗ് പോയിന്റിലാണ്. കേരളത്തിന് വിഭവങ്ങളില്ല എന്നല്ല പ്രശ്നം. കേരളത്തിന് വിഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിന് ടാലൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ടാലൻ്റ് മോണിറ്റൈസേഷൻ ഉണ്ടായില്ല. കേരളത്തിന് ലോക മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗ്ലോബൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഉണ്ടായില്ല. കേരളത്തിന് ടൂറിസം ഉണ്ടായിരുന്നു, പക്ഷേ ലക്ഷറി പൊസിഷനിങ് ഉണ്ടായില്ല. കേരളത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊവേഷൻ എക്കോണമി ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പുതിയ സർക്കാർ ഒരു ബജറ്റ് സർക്കാർ മാത്രമാകരുത്, പകരം ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഗവൺമെൻറ് ആകണം. കാരണം കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ട്രഷറിയിലല്ല. കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് മലയാളിയുടെ ബുദ്ധിയിലും പ്രകൃതിയിലും കടലിലും സൃഷ്ടിപരതയിലും ലോക മലയാളികളുടെ വിശ്വാസത്തിലുമാണ്. ഇന്ന് കേരളത്തിന് വേണ്ടത് കൂടുതൽ ലോട്ടറി കൗണ്ടേഴ്സ് അല്ല, കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൗണ്ടേഴ്സ് ആണ്. കൂടുതൽ ലിക്കർ ഔട്ട്ലെറ്റ്സ് അല്ല, കൂടുതൽ ഇന്നൊവേഷൻ ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ മാത്രമേ കേരളം ഇന്ത്യയിലെ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് എന്നതിൽ നിന്ന് മോസ്റ്റ് എക്കണോമിക്കലി ഇൻ്റലിജൻറ്റ് സ്റ്റേറ്റായി മാറും. അന്ന് കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഹെഡ്ലൈൻ ഇങ്ങനെയായിരിക്കും: കേരളം ജീവിക്കാൻ നല്ല സംസ്ഥാനമെന്ന് മാത്രമല്ല, ഭാവി എങ്ങനെ നിർമ്മിക്കണമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഈ 5 വർഷം കൊണ്ട് കേരളത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്നും ഗ്രോത്ത് ഡ്രിവൺ സ്റ്റേറ്റാക്കി മാറ്റാൻ താങ്കൾക്കും താങ്കളുടെ ടീമിനും സാധിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ന്യൂസുകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുക.